എല്ലാവർക്കും ഓണാശംസകൾ. ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു മിമിക്രിയാണ്. എനിക്കിവിടെ മിമിക്രി അവതരിപ്പിക്കാൻ അവസരം തന്ന തിമിരു മലയാളി അസോസിയേഷനോട്, അതോടൊപ്പം JMJ കാറസ് ലിൻസൺ ചേട്ടൻ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങിയാണ്. കുറച്ച് പഴയകാല നടന്മാരും അതോടൊപ്പം കുറച്ച് രാഷ്ട്രീയ നേതാക്കളുമാണ് ഞാൻ അനുകരിക്കാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് നസീറിന് ഒരു പ്രത്യേകതയുണ്ട്. ചിരിച്ചാലും കരഞ്ഞാലും ഒരേപോലെയാണ് നമ്മുടെ നസീർ. അപ്പം അതൊന്ന് നാം ഇമിറ്റേറ്റ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം നസീർ അമ്മ മരിച്ചു കിടക്കുമ്പോഴും അതോടൊപ്പം കാമുകയുടെ അടുത്ത് ചെല്ലുമ്പോഴുള്ള ഒരു വ്യത്യസ്തത. അയ്യമ്മേ, അമ്മയുടെ മകൻ പരീക്ഷ 10 ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായി വന്നിരിക്കുകയാണ് അമ്മേ. അയ്യമ്മേ, കണ്ണ് തുറക്കൂ അമ്മേ, അമ്മേ. അതോടൊപ്പം നസീർ കാമുകയുടെ അടുത്ത് ചെല്ലുമ്പോൾ വാസന്തി പേടിച്ചു പോയോ? പെൺകുട്ടികളായാൽ പേടിക്കാൻ പാടില്ല, ചിരിക്കണം, എങ്ങനെയല്ല ഇങ്ങനെ. അടുത്തതായി ഉമ്മർ പുതിയ കാല ഒരു ഡയലോഗുമായി വരികയാണ്. നമുക്ക് നോക്കാം. ശോഭി, ഞാൻ നിനക്ക് ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് അയച്ചു, നീ അത് അക്സെപ്റ്റ് ചെയ്തില്ല. ഇന്ന് കൃത്യം 12 മണിക്ക് ഞാൻ വാട്സപ്പിൽ വരും, അത് നീ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് നിനക്ക് കൈപ്പേറിയ അനുഭവമായിരിക്കും. അടുത്തതായി ജയൻ. നീ ഞാനോട് പെൺപിള്ളേരെ കളിയാക്കുന്ന അലവലാതി ഷാച്ചി, നീയും നിന്റെ ഒരു സൈക്കിളും വീട്ടിൽ പോകാൻ. അടുത്തതായി ജോസ് പ്രകാശിന്റെ 2 വോയിസ് മോഡുലേഷനാണ്. ഒന്ന് പഴയ ഒരു ഡയലോഗ് സാധാരണ പറയാറുള്ളൂ. എവിടെയായിരുന്നു ഇത്? വൈകുന്നേരത്തെ ഷിപ്പിൽ ഒരു വൈദ്യുതങ്ങൾ വരുന്നുണ്ട്, അത് താങ്കൾക്ക് കൃത്യമായി എത്തിക്കാൻ കഴിഞ്ഞാൽ എൻ്റെ മോദന കുലികൾക്ക് വെറുതെ പണിയാക്കണ്ട. അടുത്തതായി ജോസ് പ്രകാശന് ദേവസ്വരം എന്ന ചിത്രത്തിൽ എഴുത്തച്ഛൻ എന്നൊരു കഥാപാത്രം അവതരിപ്പിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ച് അറിയാനൊരു ആഗ്രഹം കുഞ്ഞിനുണ്ട്, എങ്കിലും എൻ്റെ ധർമ്മം. കുറേ നാളായി കോലൂത്ത് ഉപ്പും ചോറും തിന്നുന്നു. എല്ലാം എന്നോട് കൂടി മണ്ണടിഞ്ഞു പോട്ടെ. എന്തായാലും കുഞ്ഞ് ഒരു കാര്യം മനസ്സിലാക്കുക, രാജരത്ന തന്നെയാണ് ഈ രക്തത്തിൽ ഓടുന്നത്. കാരണം മഴ പിടിയും വാശി, അതുകൊണ്ട് നടക്കാതെ പോയി. അല്ലാതെ ഇപ്പൊ എഴുത്തച്ഛന് എന്താ പറയാ. അടുത്തായി സത്യം. അമ്മേ, ഞാനും അമ്മയുടെ മകനല്ലേ. കുഞ്ഞുങ്ങളില്ലാത്ത എനിക്ക് കുട്ടികളുണ്ടാവാൻ വേണ്ടി ഒരു തീർത്ഥാടനത്തിന് പോയി വന്നപ്പോൾ മിറ്റം നിറച്ച പിള്ളേര്. അമ്മേ, ഞാനും അമ്മയുടെ മകനല്ലേ. അടുത്തതായി ഉമ്മൻചാണ്ടി സാറും അച്യുതാനന്ദൻ്റെ ഒരു ചെറിയൊരു ഫോൺ സംഭാഷണമാണ്. ജസ്റ്റ് ആരാ വിളിക്കുന്നത്? വളരെ വ്യക്തവും ശക്തവുമായി പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ ഇപ്പോൾ താമസിക്കുന്ന ക്ലിഫ് ഹൗസിൽ മുമ്പ് താമസിച്ചിരുന്ന ചിന്നാണ്ടോ ചിന്നൊക്കെ പറഞ്ഞ എനിക്ക് പേടിയാണ്. വെച്ചിട്ട് അടുത്തതായി നമ്മുടെ പരസ്യം. ഇത് തിയേറ്ററിലെല്ലാം നമ്മൾ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന പുകവലിയുടെ ഒരു പരസ്യമുണ്ട്. അതൊന്ന് ഞാൻ ജസ്റ്റ് ചെയ്യാൻ ആവശ്യമാണ്. ആരെയാണോ സന്തോഷം ആഗ്രഹിക്കാത്തത്? ചിലയിടത്ത് പുക, ചിലയിടത്ത് ചാരം. ആരാണോ സന്തോഷം ആഗ്രഹിക്കാത്തത്? വലിയ വില കൊടുക്കേണ്ടി വരും, വലിയ വില. അടുത്തതായി നമുക്ക് ആന്റണിയുടെ ശബ്ദമാണ്. AK ആന്റണി. വല്ല പൈശാചിയും വല്ല പ്രകീയമായി പറഞ്ഞു കഴിഞ്ഞു. 5 പൈസ കയ്യിലെടുക്കാൻ അതിൻ്റെ ഇടയ്ക്ക് ഗജരാവിലാണെങ്കിൽ കുറെ പൂച്ചക്കുഞ്ഞുങ്ങൾ പ്രസവിച്ചു. വല്ല പൈശാചിയും വല്ല പ്രകീയമായ കാര്യങ്ങളാണ് നിർത്തുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി
സുകുമാർ അഴീക്കോട് സാർ, സുകുമാർ അഴീക്കോട് ശബ്ദം എങ്ങനെയാണെന്ന് നോക്കാം. ഞാനൊരു ദിവസം ഒരു കല്യാണത്തിന് പോയപ്പോൾ അവിടെ കുറേ പേരിരുന്ന് ഭക്ഷണം കഴിച്ചു, തല്ലുകൂട്ടുന്നത് കണ്ടു. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ തല്ലുകൂട്ടുന്നത്? അപ്പം അവർ പറയുകയെന്ന് വേറൊന്നും കൂട്ടാനില്ലാത്തത് കൊണ്ടാണ് തല്ലുകൂട്ടുന്നതെന്ന്. അടുത്തതായി വെള്ളാപ്പള്ളി നടേശൻ. ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ ഈ സ്റ്റേജൊക്കെ ഈ മഞ്ഞ പൂക്കൾ കൊണ്ടാണ് അലങ്കരിച്ചത് കണ്ട് അതെനിക്ക് വല്ലാതെ ഇഷ്ടമായി. ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. അതിലേതായി ജാതി എന്നുള്ളത് ഞാനും ചങ്ങനാശ്ശേരി സുകുമാരൻ ചേട്ടൻ കൂടെ അടുത്തതായി മാള. ചേച്ചി ചിരിക്കരുത്, ക്ലിപ്പ് ക്ലിപ്പ്. ചേച്ചി. അടുത്തതായി കൊച്ചിങ്ങൻ. ആറപ്പത്തി കുത്തിപ്പളത്തികൾ സേതുക്കടക്കടയിൽ കള്ളുടിക്കാനായിട്ട് കാശ. ആശാരെ എൻ്റെ പേര് കേട്ട ജട്ടും, പേര് പറയട്ടെ, കിളി കിളി. അടുത്തതായി 500. മഴക്കും എന്തൊക്കെയാണ് മഴക്കുന്നത്? ലക്ഷ്മി ഈ മുറ്റത്ത് പിടച്ചു പിടച്ചു വെച്ചോ, അത് മഴക്കോ, പറയാൻ. അടുത്തതായി കൊച്ചു പ്രേമൻ. ശരിയായില്ല കേട്ടോ. മുണ്ടും പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്നൊരു ബോർഡ് വരണം. മുണ്ടും പറിക്കേണ്ട കുട്ടിയുണ്ടെന്ന് വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അടുത്തതായി ശശി കലിംഗ്. എന്നോട് പച്ചപ്പൂടലിൽ ചുമന്ന മുത്തൂരി ചപ്പാത്തി വേറെടുക്കാനല്ലേ പറഞ്ഞേ. ഇത് കുറച്ച് വരാന കൊടപ്പുളി കേട്ട് വെച്ചതാ. ലാലു അലക്സ്. പേഴ്സണലായിട്ട് പറയാം, നോൺസെൻസ് ആർ യു ടോക്കിംഗ് മിസ്റ്റർ രാജേന്ദ്രൻ? താനെന്തോടോ ഈ പറഞ്ഞത്? ഒരു കൂട്ടം പോലീസുകാരെ വെട്ടിച്ചുകൊണ്ട് ഒരു കള്ളൻ രക്ഷപ്പെടുമെന്ന് അറിഞ്ഞു. ബിറ്റ്വീൻ 24 hours അതിനുള്ളിൽ ഈ കള്ളനെ കിട്ടിയവരെ ഞാൻ പിടിച്ചു. അവസാനമായി ജസ്റ്റ് നെടുമുടി വേണു. അറിഞ്ഞില്ല, ആരും ഒന്നും പറഞ്ഞില്ല. ജാതങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ. അതിരുകാക്കും പാവലയങ്ക തുടുത്തേ തുടുത്തേ തകത് പിറന്നായി. താങ്ക്സ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. തിമൂര് മലയാളി അസോസിയേഷന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.